പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് വർഷിക്കുന്ന പുലർകാല വിചിന്തനം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി മാറണമേ. ദൈവം നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന അനുഭവം ഉണ്ടാകരുതേ. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് മുൻപോട്ട് നടക്കുവാനുള്ള കൃപ ഈശോ ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ തിരുവചനം നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവായ ദൈവം അബ്രഹാത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്, അനുഗ്രഹമായി തീരുവാൻ വേണ്ടി അനുഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് നീ മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറുക. നിന്റെ ജീവിതം മറ്റൊരാളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുക. നമ്മളിൽ എത്ര പേർ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. അപ്രകാരം നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ആ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കില്ല. നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥകളിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം മറ്റൊരാൾക്ക് നിങ്ങൾ അനുഗ്രഹമാക്കി കൊടുക്കണം. കർത്താവ് ഒരു ദൗത്യമാണ് നിന്നെ അനുഗ്രഹിക്കുന്നതിലൂടെ ദൈവം നിനക്ക് നൽകുന്നത്. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് വെച്ചു നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരമായി നന്ദി പറഞ്ഞ് ജീവിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിതം മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറണം. മറ്റൊരാൾ വേദനിച്ച് നിങ്ങളുടെ കൺമുമ്പിൽ വരുമ്പോൾ നിന്റെ കണ്ണുകളിൽ അവന് ദൈവത്തെ കാണുവാനായിട്ട് പറ്റണം. നിന്റെ പ്രവൃത്തികളിൽ അവന് ദൈവത്തെ കാണുവാനായിട്ട് പറ്റണം. അപ്രകാരം ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ലോകത്ത് മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ നിനക്ക് നിലപാടുകൾ എടുക്കുവാനായിട്ട് പറ്റുന്നെങ്കിൽ, നിനക്ക് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ലോകത്ത് പ്രവർത്തിക്കുവാനായിട്ട് പറ്റുന്നെങ്കിൽ, നിന്റെ കണ്ണുകളിൽ കാരുണ്യവും കൃപയും സമാധാനവും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ജീവിതത്തിന് സമാധാനത്തിന് കാരണക്കാരനായി മാറുന്നെങ്കിൽ, നീ അനുഗ്രഹം അവകാശമാക്കുകയും ആ അനുഗ്രഹം മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറും. അതിനോളം വലിയ കൃപയില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ നിർഭാഗ്യവശാൽ അനുഗ്രഹം ലഭിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കും. നമ്മൾ നമ്മുടെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും. നമ്മുടെ മാത്രം സന്തോഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പിന്നീട് പ്രിയപ്പെട്ടവർ, സമീപത്ത് താമസിക്കുന്നവർ, നമ്മുടെ കൈപിടിച്ച് നടന്നവർ നമ്മുടെ കൺമുമ്പിൽ പലപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ നിലനിൽക്കുന്ന ജീവിതമുള്ള ദൈവമക്കൾ എപ്പോഴും പാലിക്കേണ്ട ദൈവിക ധാരണ എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതം എപ്പോഴും ഒരാൾക്ക് അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം ഒരു നന്മ ചെയ്യാതെ, ഒരു ദിവസം ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാതെ നീ ഉറങ്ങരുത്. ഏത് പ്രവൃത്തി ചെയ്തു? കർത്താവേ, നിന്റെ നാമത്തിൽ എൻ്റെ സഹോദരനോട് ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തിൽ നീ ഒരു നന്മ ചെയ്തു കൊടുക്കുക. അപ്പോൾ നീ കൂടുതൽ അനുഗ്രഹമുള്ളവനായിട്ട് മാറും. കെട്ടിക്കിടക്കുന്ന വെള്ളവും ഒഴുകുന്ന പുഴയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒഴുകുന്ന പുഴയിലൂടെ ധാരാളം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഇപ്രകാരമാണ്. കർത്താവിൻ്റെ നൽകിയിരിക്കുന്ന അനുഗ്രഹം മറ്റൊരാൾക്ക് നീ അനുഗ്രഹമാക്കി കൊടുക്കുന്നുവെങ്കിൽ വീണ്ടും വീണ്ടും ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അനുഗ്രഹമായി തീരുക. ഈശോ, ഈ പ്രഭാതത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ അനുഗ്രഹമായി ലോകത്ത് ജീവിക്കാനുള്ള കൃപ നൽകണമേ. ആമേൻ.